ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കേരള പ്രീമിയർ ലീഗ് 2024-25 സീസൺ ഇന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓപ്പണർ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമും ഗോകുലം കേരള എഫ്സിയുടെ റിസർവ് ടീമുമാണ് മത്സരിച്ച്. സോ ആ മാച്ചിന്റെ ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് ആയിട്ടാണ് നമ്മളിതൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ പോവാണ്. എല്ലാ KPL മാച്ചസ് കഴിഞ്ഞാലും അതിന്റെ ഒരു വെരി ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തീർക്കുന്ന ഒരു പോസ്റ്റ് മാച്ച് ടോക്ക്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ്സിയുടെ റിസർവ്സും തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷേ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് 3:30 മാച്ചിന്റെ കിക്ക് ഓഫ് വരുന്നത്. ഭയങ്കര വെയില്, അതേപോലെ ഫുട്ബോളിനൊട്ടും അനുയോജ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഹാഫിലൊക്കെ രണ്ട് ടീമിലെ പ്ലേയേഴ്സ് റിയലി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഒരു എയർ ബോൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് നോക്കി ബോൾ റിസീവ് ചെയ്യാനോ ഒന്ന് ബോൾ മേലോട്ട് നോക്കി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും പ്ലേയേഴ്സിന് ഉണ്ടായിരുന്നില്ല. അത്ര ടയേർഡായിരുന്നു പ്ലേയേഴ്സ്. മാത്രമല്ല, ഹാഫ് ടൈമിനും അതേപോലെ തന്നെ ഡ്രിങ്ക്സ് ബ്രേക്കിനൊക്കെ വരുന്ന റെഫറിമാരൊക്കെ കംപ്ലീറ്റ്ലി എനർജി ഡ്രൈൻ ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഫോർ ദ ഗോഡ് സേക്ക് ഒരു 30 മിനിറ്റ്സ് മാറ്റി അതിൻ്റെ കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്താൽ, നമ്മളെ മാച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഈ 3:30 എന്നുള്ളത് ഒരു 4 മണിക്ക് ആക്കിയാൽ ഒരു പരിധി വരെ ഈ പ്ലേയേഴ്സിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വിൽ ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ മാച്ച് ഇനീഷ്യലി കൂടുതലും അറ്റാക്ക് ചെയ്ത് കളിച്ചത് ഗോകുലം കേരള എഫ്സി തന്നെയാണ്. ഗോകുലമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലോട്ട് ആക്രമണം അയച്ചിട്ട്, പക്ഷെ ഫൈനൽ തേർഡിൽ നല്ല ഒരു പാസോ ഒരു പെനട്രേഷൻ ഒരു ആക്സിലറേഷൻ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. സോ ഫൈനൽ തേർഡിൽ ചാൻസസ് മിസ്സിങ് തന്നെയായിരുന്നു. 25th മിനിറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷെ അത് ലൈൻസ്മാൻ ഓഫ് സൈഡ് വിളിക്കുകയാണ് ഉണ്ടായിരുന്നത്. സെയിം ടൈം ഓപ്പോസിറ്റ് സൈഡിലും കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന്. അതും അവർക്ക് നെറ്റിൽ എത്തിക്കാൻ സാധിച്ചില്ല. എഗെയിൻ ദ പ്രോബ്ലം വിത്ത് ദ ഫൈനൽ ഡെലിവറി ആയിരുന്നു രണ്ട് ടീമിന്റെയും ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. കാര്യമായിട്ട് ക്ലൈമറ്റ് കണ്ടീഷൻസും അതേപോലെ മാച്ച് തുടങ്ങിയ ടൈമും ഗെയിമിനെ എഫക്ട് ചെയ്ത പോലെ തോന്നി ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തായിരുന്നു. ഇനീഷ്യലി ഭയങ്കര ഓവർഡൂ ചെയ്യാതെ ഭയങ്കര ഡിസിപ്ലിനായിട്ട് അവരുടെ ഡിഫെൻസീവ് ലൈനൊക്കെ കീപ്പ് ചെയ്ത് പോയി, ഗോളൊന്നും കൺസിഡർ ചെയ്യാതെ ഓപ്പണൻസിനെ റെസ്പെക്ട് ചെയ്ത് ഗെയിം കളിച്ച് വെൻ ദർ ഇസ് എ ചാൻസ് ഓർ എ കൗണ്ടർ അറ്റാക്ക് ആ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എബിൻ ദാസിനെ പോലത്തെ പ്ലേയേഴ്സ്, അതുപോലെ ഉള്ള പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ട് മിഡ്ഫീൽഡറിൽ മാലമിന്റെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിഫൻസ് ലൈനിൽ മർവാനും അതുപോലെ ഷെറിൻ സല്ലറി, ജഗന്നാഥ്, റെയ്ഹാൻ, ഇങ്ങനത്തെ ഒരു ഡിഫൻസീവ് യൂണിറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്തത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. മിഡ്ഫീൽഡറിൽ നിന്ന് സിദ്ധാർത്ഥിനെ വലിച്ച് അവിടെ റിഷാദ് ഗഫൂർ, നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിനായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയറാണ്, റിഷാദിനെ കൊണ്ടുവരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 20 മിനിറ്റാണ് റിഷാദ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 20 മിനിറ്റിലും നല്ല മൂവ്മെന്റ്സ് റിഷാദിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 70th മിനിറ്റിൽ റിഷാദ് ഇഞ്ചേർഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. പിന്നീടാണ് അജിസൽ വരുന്നത്. അജിസൽ കുറച്ചായി ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് സന്തോഷ് ട്രോഫിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചുറി ആയിരുന്നു. ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. അതാണ് കുറച്ച് ഗെയിം ടൈം കൊടുത്ത് കൊണ്ടുവരുന്നത്. 70th മിനിറ്റിലാണ് അജിസൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഒരു ഗോൾ കണ്ടെത്താൻ വേണ്ടി ഒരു 3 points ഗോ ഫോർ ദ കിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതർ സൈഡിൽ ഗോകുലം കേരള എഫ്സിക്കും അത്യാവശ്യം ചാൻസസ് കിട്ടുന്നുണ്ടായിരുന്നു. 14ാം നമ്പർ പ്ലെയർ ഗോകുലത്തിന്റെ അതർ സ്റ്റേറ്റ് പ്ലെയർ ആണ്. പുള്ളിക്ക് ഒരു ഓപ്പൺ ഹെഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജെസിന്റെ പെർഫോമൻസ് ആണ്. ജെസിൻ വാസ് ടു ഗുഡ് ഇൻ ദി അണ്ടർ ദ പോസ്റ്റ് ടുഡേ. നല്ല രീതിയിൽ ടീമിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സേവുകൾ ഉണ്ട്. ഫോർ മീ ഹു ഇസ് ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ഫോർ മീ ഇറ്റ്സ് ജെസിൻ എന്ന് പറയേണ്ടി വരും. ജെസിൻ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. രണ്ട് ടീം ഒരു ഡെവലപ്മെന്റ് ബേസിൽ കളിക്കുകയാണെങ്കിലും ഗോൾ സ്കോറിംഗ് എൻഡ് ഓഫ് ദ ഡേ ഹൂ സ്കോർ ദ ഗോൾസ് വിൻ എന്നാണ്. അജിസല് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സെന്റർ ബാക്കിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കിൽ, ഗോകുലത്തിന്റെ സെന്റർ ബാക്കിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കിൽ ഈസിലി ഗോകുലത്തിന്റെ ഗോൾ കീപ്പർ സുജിത്തിനെ ബീറ്റ് ചെയ്ത് വലയിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. ദാറ്റ്സ് ഫിനിഷ് ദ മാച്ച്. 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് വിൻ ചെയ്തു. നല്ലൊരു സ്റ്റാർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. 3 points ഫസ്റ്റ് മാച്ച് സെക്യൂർ ചെയ്യാൻ സാധിച്ചു. അതർ സൈഡിൽ ഗോകുലം കേരള എഫ്സിയും നല്ല രീതിയിൽ ഒത്തിണക്കത്തോടെ കൂടെ കളിക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ചിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ടൈം സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു ഇഷ്യൂ രണ്ട് ടീമിനെ ബാധിച്ചിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഗോകുലത്തിന്റെ ഇന്നത്തെ മാച്ചിന്റെ സ്കോഡിൽ 20 സ്കോഡിൽ മെഹന്തി ഇതായിരുന്നു. കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പ്ലെയറാണ് മെഹദി. സോ മെഹദീനെ ഇന്ന് തീരെ യൂസ് ചെയ്തില്ല, ഒരു മിനിറ്റ് പോലും കളിപ്പിച്ചില്ല. മേ ബി ഇഞ്ചുറി കഴിഞ്ഞ് വരുന്നത് കൊണ്ടായിരിക്കാം ഗോകുലം അങ്ങനെ ഒരു റിസ്ക് എടുക്കാത്തത്. പക്ഷെ ഇനി വരുന്ന മാച്ചസിൽ ഗോകുലത്തിന് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് മെഹദി. കൺഗ്രാറ്റ്സ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ സെക്യൂറിംഗ് ദ 3 points ഇൻ ദ ഫസ്റ്റ് മാച്ച്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.